വരുന്നുണ്ടേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇല്ലേ? ഈ ദോശ പപ്പടം പോലെ പപ്പായ പോലാണെന്ന് അത് അതിന് പറയാ ഓടി വന്നാ. സ്കൂളിൽ പോകണ്ട കുഞ്ഞെ? സ്കൂളിൽ ഇന്നത്തെ ചായ ഞാൻ തരികല. അഴുക്ക അതിനൊക്കെ ഒരു ചൊവയുണ്ട്. വയറ്റിലൊക്കെ സ്കൂളിൽ പോകാതിരിക്കാൻ. നല്ല മധുരം. പിന്നെ മധുരം ഉണ്ട്, ശരിയല്ല. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. സ്കൂളിൽ പോകുന്ന നേരത്ത് ഭയങ്കര താമസമാണല്ലോ എണീക്കുന്നേ. ഇല്ലില്ല, അത് ടൈം ആയില്ല. എൻ്റെ പൊന്നേ, ഇപ്പൊ തുടങ്ങും. അമ്മയെ വിളിച്ചോ. ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആദ്യം ദോശ കല്ലെടുത്തുകൊണ്ട് വെച്ചു. ഇപ്പം തവിയുണ്ട്. ആ തവി എന്തിനാണ്? സാമ്പാറിൻ്റെ തവി എടുത്തു. അവിടെ വെച്ചേക്ക്. ദോശക്കുള്ള ദോശ മറിച്ചിടാനുള്ള ചട്ടുക എടുത്ത് വെച്ചു. മിടുക്കിയാണോന്ന് നമ്മുടെ മുത്ത്. ഇനി സാമ്പാർ കൂടി ഇട്ടോളാം. അവൻ പൊക്കോ, അങ്ങോട്ട് ചെല്ലേ, പോയി കുളിക്കുകയൊക്കെ ചെയ്യേ. കുക്കർ വേണ്ട, കുക്കർ ആടും. അടപ്പുണ്ട്, ദേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ ആരാ കുളിക്കാനൊക്കെ മടി കാണിക്കുന്നേ? സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു. കുളിക്കുന്നില്ലെന്നോ? ആരാ കുളിക്കുന്നില്ലാത്ത? ആരാ കുളിക്കാത്ത? വള്ളി വേണോ നിനക്ക്? വള്ളി എടുത്ത് മാറ്റി വെക്ക, അപ്പൊ കുളിച്ചോളും. മാറ്റി വെക്ക്. അവള് തേച്ച് കഴിയുമ്പോ മര്യാദക്ക് എണീറ്റോണം. ഇല്ല ഞാൻ ഇടി തരും. ഞാൻ ഇടി രാവിലെ. എണീക്ക്. ഇല്ലാത്ത മടിയേ എന്നെ ഞാനതേ സിസ്റ്ററിനെ വിളിക്കാൻ പോവാം. അന്ന സിസ്റ്റർ അല്ല, ലിറ്റ് സിസ്റ്ററിനെ വിളിക്കാം. ആ മതിയോ? ക്ലാസ് ഉണ്ടെന്ന് എന്നാ ക്ലാസ് ഉണ്ടെന്ന്? എവിടെ ക്ലാസ് ഉണ്ടെന്ന്? ജനഗണമനയോ? അപ്പൊ സ്കൂളിൽ പോയാലല്ലേ ജനഗണമന കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പഴേ വിളച്ചിൽ തുടങ്ങിയോ? വിളച്ചിലേ ഒരുങ്ങിക്കോ മതിയായിക്ക്. തന്നെ താമസം എണീറ്റിരുന്നേ. തന്നെ താമസം എണീറ്റൊക്കെ വരുന്നത്. രാവിലെയൊക്കെ ആമ്പിള്ളേർ എണീക്കണം രാവിലെ കേട്ടോ. ചേട്ടാ ഇല്ലാത്ത കൊണ്ട് എനിക്ക് സാമ്പാർ ചീര കിട്ടിയില്ല. വേണ്ട, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ചൂടാണേ. ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. കേട്ടില്ല. ഒന്നുകൂടെ വീഡിയോക്കകത്ത് കൂടെ പറയണമല്ലോ, അതല്ല അതിൻ്റെ ഒരു രീതി. അമ്മയുടെ സാമ്പാർ സൂപ്പർ എന്നല്ലേ പറഞ്ഞേ. കഴിച്ചോ. യൂണിഫോം ഇട്ടോണ്ട് ഫുഡ് കഴിക്കലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. കൂട്ടിയും കുറച്ച് ഒന്നും പറയണ്ട. കൊള്ളില്ലേ? വന്നപ്പോ തൊട്ട് ഞങ്ങളുടെ ദേശീയ ഭക്ഷണം വരുന്നത് സാമ്പാറും എന്തായിരുന്നു? ചപ്പാത്തി. അയ്യോ 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 എന്താ അയ്യോ? ഓ പിന്നെ ആഹാരം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഓർക്കുന്നത് മുടി ചീകിയില്ല പോലും. സാരമില്ല. അത് രണ്ടെണ്ണം ഞാൻ കൊടുത്തു. മൂന്നാമത്തെ അത് വലിയ താല്പര്യമൊന്നുമില്ല. വേണമെന്നേ ഉള്ളു, കഴിക്കണമെന്നില്ല. അത് ചെരുപ്പിനല്ലേ കുഴപ്പം കേട്ടോവേ. ഇവിടെ വലിയ കവയ്ക്ക് ഓടിയതാണേ. ചെരുപ്പെടുത്തില്ലേ? കുട എടുക്കുന്നില്ലേ കുഞ്ഞേ? മേളിൽ എടുക്കടി. നീ കുട എടുക്കുന്നില്ലേ? അയ്യോ, ഞങ്ങൾ ആരാണ്ട് ഇട്ടോ പോലെയാ അല്ലേ അമ്മേ? ഓക്കേ, ടാറ്റാ. പൊന്നല്ലേ. ഒരു കാര്യമുണ്ടേ, പിന്നെ ബസ്സേ കിടന്ന് ഓടല്ലേ. അമ്മേ ആ ദോശ തിരിച്ചിട്ടോ അമ്മേ. ബസ്സേ കിടന്ന് ഓടല്ലേ. അപ്പൊ അതിനെ ഉണ്ടാക്കണം. താത്തിട്ടേക്ക്.
ബാഗ് വെച്ചല്ലോ അല്ല എല്ലാം മുറുക്കിയല്ലേ വെച്ചേക്കുന്നേ വെള്ളം ഞാൻ ബാഗിനകത്ത് വെച്ചില്ല ആ ആ അപ്പോൾ വരട്ടെ എന്നാത്തിന് അവളും അനാണെന്നുള്ളൂ തെന്നി പോകുമ്പോഴേ മഴയൊക്കെ ഉള്ളപ്പോഴല്ലേ അങ്ങനെ ചെയ്യണ്ടേ അവൾ തന്നെ പോയി പഠിക്കട്ടെ അമ്മേ അപ്പോൾ വരുന്നുണ്ട് പൊക്കോ വരുന്നുണ്ട് ഇതേണ്ടേ പൊക്കോന്നേ ആ ഇല്ല സിംബൻ തുറക്കമാണോ എനക്കും ഇല്ലല്ലോ കൊച്ചിൻ്റെ ചെറുക്കൻ എനക്കൊന്നും ഇല്ലല്ലോ ഉറക്കമാണോ ആ അതെ അയ്യോ അല്ല വേണ്ട നിൽക്കുന്നേ എന്താ ദൈവമേ എന്നാടാ മുറിവേ അവിടെ ഒന്നും ആരുമില്ല രാവിലെ കൈ പറ്റും കയ്യെ പിടിക്കണ്ടേ സ്കൂളിൽ പോവാ ആ അവിടെ തിരക്കാ വർത്താനം പറയാ ഫോണിലാ ആര് ചേട്ടൻ അപ്പേ ചേട്ടൻ എഴുന്നേറ്റ് കാണത്തില്ല വരുമായിരിക്കും ഇപ്പോൾ വരും വരും ഞാൻ പറയും ജിമ്മേ എന്താ പറയുമോ അതിന് എന്നും അത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അപ്പോ ചപ്പാത്തി ഇഡ്ഡലിയോ ചക്ക പിന്നെ ദോശയോ എല്ലാം എടുക്കില്ല പിന്നെ പൂരിയോ പുട്ടോ ചക്കയോ ഇഡ്ഡലിയോ ഉപ്പുമാവോ എല്ലാം ഇല്ലേ പിന്നെ ഇഡ്ഡലി പിന്നെ ഇടിയപ്പം ഇടിയപ്പം എന്ന് പറഞ്ഞാൽ അസഹ്യം അപ്പ സുന്ദരയാ അപ്പ ഇതാണ് ഒരു ആശുപത്രി ഇതാ ഇവിടെ എന്ത് തണുപ്പാപ്പേ ഇവിടെ നല്ല തണുപ്പ് വരുമായിരിക്കും വന്നില്ല വിജയമ്മ വന്നില്ല വന്നില്ല വരുവാ താഴോട്ട് പോവാം നമുക്ക് പോവാം വിജയമ്മ വരും വരുക വരട്ടെ വേണ്ട വേണ്ട സമയം പോവും ബസ് വരട്ടെ ബസ് വരുകൂടി ഒരു ഇറക്കത്ത് കൈ പിടിക്കട്ടെ വീഴും അവിടെ നിൽക്കും ആര് ആ അവിടെ പോയി നിൽക്കുമ്പോൾ കാണാം ഇത് നാരായണ ബസ് ഓക്കെ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ നാരായണ ബസ് അങ്ങോട്ട് പോകുന്നുണ്ടോ വിജയമ്മ വന്നോ ഇല്ല താഴെ ആയിരിക്കും ഇവിടെ നോക്കാൻ നമുക്ക് പോയി പോയി നാരായണി പോയി അവിടെ നിൽക്കുമ്പോൾ പരിപാടി
അവിടെ നമ്മൾ നിൽക്കുകയല്ലേ ബസ് നോക്കി അപ്പോൾ വരും. ഇന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ഉണ്ടോ? എനിക്കറിയാവോ? ആ വരണ്ടേ? വരും. വരുമായിരിക്കും. ബസ് വന്നില്ല. നാരായണി പോയി, വന്നില്ല. എന്നാ വണ്ടി വന്നു. കുട്ടിയമ്മ നാളെ കാണാം. താമസിച്ചു പോയോ? ആ പോയി. എടുത്ത് കഴിക്കൂ മാതാവേ. കറണ്ട് വന്നല്ലേ? അല്ലേ കറണ്ട് പോയോ? എൻ്റെ സാമ്പാർ മോശമാണോ? അല്ലല്ലോ. സാമ്പാർ പിന്നെ എപ്പോഴും വെക്കുന്ന പോലെ പുള്ളി എത്രയില്ല. ഇല്ലല്ലേ? എന്ത് വെച്ചിട്ട് വേഗം ഉണ്ടായിരുന്നു തോന്നുന്നു. എന്നും സാമ്പാർ നല്ലതാണെങ്കിലേ നിങ്ങൾ കണ്ണു വെച്ചു എന്നെ. അമ്മ അതേ വിസില് എന്നാന്നറിയോ പെട്ടെന്ന് എടുക്കേണ്ടി വന്നു. ഇവിടെ കിടന്ന് കാറിയാൻ. അതാ അവളെ ആ സമയത്ത് കുളിപ്പിച്ചാലേ കുളിച്ചു കഴിഞ്ഞാൽ അന്നേരം അവൾക്ക് കുളിച്ചു കഴിഞ്ഞാൽ അന്നേരം കഴിക്കണം നമുക്ക്. ഞാൻ അവളോട് വെച്ചപ്പോൾ അവൾ 5:30 എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിപ്പോഴേ 5:45 തോന്നുന്നു പറഞ്ഞു. സമയം എത്രയെന്ന് വെച്ചപ്പോൾ 5:30 എന്ന് പറഞ്ഞു. 5:30 ആകുമ്പോൾ എണീക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം അന്നേരം എണീറ്റാൽ മതി. വെക്കാൻ പോകുന്നുണ്ട്. ആദ്യം അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന ഉടനെ പരിപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് കഴുകിയിട്ട് പരിപ്പ് അങ്ങോട്ട് ഇടണം. അത് അത് അങ്ങനല്ലല്ലോ, ഞാൻ ഇത് വഴറ്റിട്ടിടുവല്ലേ അമ്മേ എണ്ണയ്ക്കകത്ത്. ഭക്ഷണമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് പെട്ടെന്ന് വഴറ്റിയിടുന്നതുകൊണ്ടാണ്. ഓ ഈയിടെ എല്ലാം എനിക്ക് വയ്യാഴികയായിരുന്നു. തൊഴിലുറപ്പിൽ വീണേ ചങ്കി എന്ന് കല്ലിനിട്ട് ഇടിച്ചിട്ട് ഭയങ്കര വേദനയായിരുന്നു. എന്നിട്ട് കഫക്കെട്ടുണ്ടായി. ഞാൻ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കാതെ കഫം കെട്ടി കിടന്നിട്ട് പിന്നെ ജില്ലാശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചു. ചില സമയത്ത് നമുക്ക് കുറവുണ്ട് ചെറുത്. ഇന്ന് തൊട്ട് പണിക്ക് പോവാ തൊഴിലുറപ്പിന്. കയ്യാല കേട്ടാ. ടൂറിന് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന അതിനേക്കാളും നല്ലതേ ലീവ് എടുക്കുന്ന.
അമ്മ ചോദിച്ചു ഇത്രയും പെരിഞ്ചീരം എന്തിനാ മേടിച്ചത്? ശ്രീകൃഷ്ണന്തിക്ക് പോകത്തില്ല, അത് കഴിഞ്ഞാൽ പോകുള്ളല്ലേ. കാരണം ശ്രീകൃഷ്ണന്തിക്ക് എല്ലാവരും കൃഷ്ണനെ കാണുമ്പം അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് കാണാൻ വേണ്ടിയാ. എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ നേരോട് പറഞ്ഞിട്ടൊന്നും യാതൊരു അനക്കമില്ല. ആത്മാർത്ഥമായിട്ട് കാണും. ഒന്നും കേൾക്കുന്നില്ല. ഒമ്പത് മണിക്ക് വിളിക്കാൻ ഞാൻ പിന്നെ 9:30 ഇപ്പം മേടിച്ച അല്ല ഉണ്ട് എടുക്കാം. എന്നിട്ട് ഞാൻ വീട്ടിൽ ഇറങ്ങാം. ഇല്ല ഒന്നും ആയിട്ടില്ല. അവരുടെ കുടുംബത്തിലെ ആദ്യത്തെ കൊച്ചാ ജോസാബിയുടെ ചേട്ടൻ്റെ. അവരുടെ കുടുംബത്തിൽ വേറെ പിള്ളേരില്ല. അവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവർ 36. ഓ വലിയ മഴയൊന്നുമല്ല, ചാറ്റ മഴ പോലെ. ഇവിടെ വിളിക്കുന്ന അവിടെ നിനക്ക് പേടിയാണോ? നീ എന്നാ കള്ളക്കടത്തുകാരനോ? അതോ ഇതുണ്ടോ പിള്ളേരൊക്കെ വരുന്നതോ നൈസായിട്ട് ഒരു കുഴപ്പമില്ല. ഉണ്ടോ ആക്രിക്കട പോകാം ഉണ്ടോ? നിനക്കെന്നെ ഇത്ര പേടി വീഡിയോ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞേ. നീ പണ്ട് തൊട്ടുള്ള കേസാ ഇപ്പൊ പറഞ്ഞേ. പറഞ്ഞിട്ട് പോയാ ഇന്നെന്നെ പറ്റി നീ എടുക്കല്ലെന്ന് പറയുന്നത്. നിനക്ക് ഗ്ലാമറില്ലെന്ന് ഓർത്തിട്ടാ? മുടിഞ്ഞ ഗ്ലാമറാണ്. മുടിഞ്ഞ ഗ്ലാമറാ നിനക്ക്. ഇതൊക്കെ പിന്നെ ആൾക്കാർ കണ്ടില്ലേ, പിന്നെ ആര് കാണാനാ? അപ്പൊ അറിയാം വില കളയുന്നു. അങ്ങനല്ല ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞാ മതി. തരാം തരാം. ആ കുഴപ്പമില്ല. അല്ല അല്ല വേണ്ട എടുക്കില്ല. താഴ്ത്തിടണം. എന്തോ ചെങ്കോട്ടയോ? ചെങ്കോട്ട പോണ പൊന്നൂർ പോണം. എരുമേലി പോണം. ഫസ്റ്റ് அந்த ரோடு வேற கோட்டயம் அது வேண்டாம். இந்த ரோடு தான் போகணும். ஸ்ட்ரைட்டா போங்க. எருமேலி பத்தனംതിട്ട. அப்படி எருமேலி பத்தனംതിട്ട. எருமேலி ஃபர்ஸ்ட் எருமேலி. എടുത്തു തരും ആളുണ്ട് ഇവിടെ. മെയിൻ ആളുണ്ട്. നീ മിണ്ടരുത്. ഇവന് കറി കുത്തൊന്നും ഇല്ലടി. ആ അച്ചറപ്പെണ്ണ വില ഉണ്ടാക്കിയാൽ തിന്നും. ചുമ്മാ ഇരിക്കും. ഞാനിവിടെ നിൽക്കാം. അവനില്ലാന്ന് ചെയ്യണം. നിന്റെ അപ്പൻ്റെ എമർജൻസി ഉണ്ടോ? ബാഡി സ്കൂട്ടറെ കയറ്. ഇവനെ നിനക്ക് അറിയോ?
ഇവനെ എനിക്കറിയാവോ? ഇവനാണ് റിയാസ്. കൊച്ചിപ്പോയി എന്തായാലും അലമുണ്ടാക്കി അവിടെ ഇട്ടിരിക്കും. ഒരു ദാശിനെയും കാണത്തില്ല. കയറി വണ്ടി കയറി ശാമ്പോയി പുറകെ കയറി. ഇവിടെ അവിടെ ചവിട്ടെ. ഇങ്ങോട്ട് ഇറങ്ങി വരുമോ? ചവിട്ടെ. ആ അവിടെ ചവിട്ടെ. ആ അവിടെ കയറട്ടെ. ചവിട്ടി ഓക്കെ. ഇതും പിടിച്ച് എവിടേക്ക് പോട്ടെ. ബാഗ് കൊണ്ടുപോവാ. നീ അവിടെ നിൽക്കേ. നിന്നെ കുറെ ഉപദേശിക്കുകയാണ്. ബാക്കി പാടുന്ന കേട്ടോ അവള്. എന്താ പറഞ്ഞേ? ബാക്കി പാട്ട് പാടുവാ. സെൽഫി പിള്ളേന്ന് പറയുന്നത്. രാത്രി കഴിച്ചില്ലേ? അതിനാ ആ വീട്ടിലേക്ക് കഴിച്ചു. ആരുടെ പേര്? ആരുടെ പേര്? ഭാര്യ എന്റെ പേരാണ്. അണ്ണത്തിന് ഭാര്യയൊന്നുമില്ല. ഭാര്യയോ? ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്തിയെ ഭാര്യ എന്തിയെ സൂപ്പർ സാരി അയ്യാ അമ്മച്ചി നേരെയാവോ? ഇറങ്ങണോ? എന്റെ കാലം അവിടെ കണ്ട് ഉറക്കിയിട്ട് ഞാൻ ഫ്രണ്ട് മുക്കി പോയെന്നേ. ഞാൻ കയറാം. അങ്ങോട്ട് പോകും. ഇച്ചിയോടെ മേളിൽ കയറ്റി വെക്ക്. മതിയോ? ഫ്രണ്ട് മുക്കി പോയി. ഇത്ര നാളെ കയറിയിട്ട് പോയി. നീ ഏതാ കാർ ഇത്? എവിടെയും ചവിട്ട്. എന്നെ പോലെ ആള് ഫ്രണ്ട് ഫ്രണ്ട് മുക്കി പോകുന്നു. അവിടെ അടങ്ങിയിരി. പാട്ടൊക്കെ പിന്നെ പാടാമോ? ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു. ഇവിടെ ഒന്ന് പിടിച്ചോണ്ട് പോവോ? പാട്ട് വണ്ടി കയറിപ്പോ തൊട്ട് പാട്ടാ. ഇപ്പൊ പാടിയ പാട്ട് തിരിച്ചു എപ്പോ വരുന്നേ? കൊണ്ട് കൊടുത്തിട്ട് പോ വിട്ടുവോ വിട്ടുവോ? പോയിട്ട് വരാം. എന്താ മോളെ? അമ്മ ഉടുപ്പൂരി കൊടുക്കണേ. ഉടുപ്പൂരി കൊടുത്തില്ലെങ്കിൽ ബട്ടൺസ് ഒന്നും കാണത്തില്ല. ശംഭുക്കുട്ടോ, എന്നെ സ്നാക്സ് കഴിച്ചില്ല ഇന്ന്. എന്താ സ്നാക്സ് കഴിക്കാൻ? ഞാൻ നാളെ വിളക്ക് എടുത്ത് ഈ തിരുവി കാണും. നാളെ വിളക്ക് കത്തിച്ച് വിളക്ക് എടുത്ത് തീരുന്ന കാര്യം നമുക്ക് ഇന്ന് പറയണ്ട. എന്താ സ്നാക്സ് കഴിക്കാൻ? എടോ എന്താ കഴിക്കാനെന്ന് പറ. സംഭവം പറ. സാമൂര് വന്നു, ഷാലു ഉണ്ടായിരുന്നു. അമ്മ ഒരു കാര്യം ചോദിച്ചിട്ട് എന്നെ മുമ്പ് പറയാത്തെ. പിന്നെ കാർത്തിക ഉണ്ടായിരുന്നു. അമ്മ എന്താ ജയമ ഇപ്പൊ എന്താ ചോദിച്ചേ? സ്നാക്സ് എന്താ കഴിക്കാഞ്ഞേ? ഞാൻ ക്ലാസ്സിലെ കാര്യം പറയട്ടെ. എന്നാ ക്ലാസ്സിലെ കാര്യം പറ. അമ്മ കേക്കട്ടെ. എന്റെ കൊച്ചിന്റെ ക്ലാസ്സിലെ കാര്യം കേൾക്കാൻ വേണ്ടി അമ്മ നിൽക്കുന്നേ. ഷാലു ഉണ്ടമ്മേ. ഷാലു ഉണ്ടായിരുന്നോ? നനോസരി ഉണ്ടായിരുന്നു. ഇന്ന് ബസ് ഓടിയില്ലല്ലോ? ഇല്ല. ഇല്ല. മിടുക്കി കുട്ടി, ഗുഡ് ഗേൾ.
ഞാനേ സമ്മതല്ലോ അവിടെ വന്നില്ല തക്കുടു പനി. തക്കുടുവിന്റെ പനിയാണോ? നീന വന്നു. തക്കുടുവിന്റെ ശരിക്കും പേരെന്താ? അമേരിക്ക. അബനിക. അവനോട് അമ്മ വന്നില്ല. കൊതുകാണ്ടോടെ മൊത്തം ഇന്ന് മൊത്തവും. ഇന്നൊരു ചെറിയൊരു മഴ പെയ്തു. ആ ബാറ്റൊന്നും കൊള്ളത്തില്ല മോനെ. ഇതന്നെ പേസ്റ്റ് ഒക്കെ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കുന്നേ. ഇന്ന് ചെറിയൊരു മഴ പെയ്തു. ഭയങ്കര കൊതുകെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കൊതുകേ. പിന്നെ ഇതിന്റെ പേസ്റ്റ് പല്ല് തേക്കുന്ന പേസ്റ്റാ, ടൂത്ത് പേസ്റ്റ്. കേട്ടിട്ടുണ്ടോ? പല്ല് തേക്കുന്ന പേസ്റ്റിന് പറയുന്നത് എന്താ? അതൊക്കെ ടൂത്ത് പേസ്റ്റ്. ആ പോയോ? അപ്പൊ എന്ത് പറഞ്ഞു ആന്റി? കാലിങ്ങനെ കാണിക്കാൻ പറഞ്ഞു. കാലിങ്ങനെ ചെയ്തു. മൊത്തം തിരക്കി ക്ലാസ്സിലും കയറി ബസ്സിന് ഇങ്ങനെ അവരുണ്ടായിരുന്നു. ഷാര് വന്നില്ല. ഒന്നില്ലേ? യൂണിഫോം എവിടെ ഇടണമെന്നാ കുഞ്ഞിനോട് അമ്മ പറഞ്ഞേ? അയ്യോ ദാദാ പുറകിലാ. അമ്മ ഇട്ടോളാം ഇനിയിപ്പം കേട്ടോ. ഇനിയും തൊട്ട് യൂണിഫോം അവിടെ കൊണ്ടിടണം കേട്ടോ. അല്ല പുറകിലല്ല. അല്ല അത് അലക്കാണല്ലോ, കഴിഞ്ഞ ദിവസം ഇട്ടല്ലേ. പുറകിലല്ല പിന്നെ അലമാരിതാ എന്റെ യൂണിഫോം. ഇട്ട യൂണിഫോമോ? കള്ളി പുറകത്തെ അലമാരിയില്ല. ഓക്കെ. എനിക്ക് ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ടോ? എന്തിനാ? കട തുടങ്ങാൻ വേണ്ടിയാണോ? പറഞ്ഞിട്ട് കൊതുകല്ലേ കുഞ്ഞെ? ബാറ്റൊന്നുമില്ല, ബാറ്റ് കൂടുതലില്ല കുഞ്ഞെ. എന്ത് ഷെബി അല്ല, ഷെബി അണച്ചി മാമ. ദൈവമേ, ഈ മഴ പെയ്ത പിന്നെ ഭയങ്കര കൊതുകല്ലേ മേ? ഭയങ്കര കൊതുക്. അവിടെ നിക്കത്തില്ല. ഞാൻ പിന്നെ വിളക്ക് എടുത്താൽ കുത്തിനെ കൊണ്ട് കിടത്തിക്കല്ലോ കേട്ടോ. നാരായണി ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് കാണിച്ചു തന്നെ. ആ ഗിഫ്റ്റ് കാണിച്ചു തന്നെ. ഒന്ന് ഓർക്കുന്നുണ്ടോ? ഒരു ആന്റി വന്ന ഓർക്കുന്നുണ്ടോ? നീയാ? അങ്ങോട്ട് നീങ്ങി നിൽക്ക്. നാരായണി 10ാം ക്ലാസ് ജയിച്ചതിനുള്ള ഗിഫ്റ്റ് ആണേ. തീർന്നു. അത് ഞാൻ എടുത്ത് പിന്നെ കാണിച്ചോളാം. ക്ലിപ്പല്ലത്, വാച്ച്. ക്ലിപ്പല്ല. ഇതേ ആ പുറകെ ഇരിക്കുന്ന ഉടുപ്പ്, അതേ ഡ്രസ്സ് നാരായണിക്കൊള്ളാം. അല്ല, ഷാംപൂയ്ക്കൊള്ളാം. സോറി, ഷാംപൂയ്ക്കൊള്ളാം. അത് ഷാംപൂയുടെ. ഇത് ഷാംപൂയുടെയാ ഡ്രസ്സ്. ഇത് ഷാംപൂയുടെ ഡ്രസ്സാ. പക്ഷെ നാരായണി അത് ഇട്ടു. നാരായണിക്ക് ചേരുമെന്ന് പറഞ്ഞു. ഷാംപൂയ്ക്ക് വലുതാന്ന് പറഞ്ഞു. അത് ശരിയാ. രക്ഷോട്ടത്തായുണ്ട്. എടാ മുത്തടി അവളുടെ മോന് അവൾക്ക് ഇടാലോ. അത് അതൊക്കെ ഇടാം കൊച്ചിന്. അത് ജീൻസ്. ജീൻസ് ഇല്ലല്ലേ? ആ കൊച്ചിന്റെയാ. ആ സ്കേർട്ട്. അതാണ് ഇത്. സ്കേർട്ട് ചേച്ചിക്കും മറ്റേ ക്രോപ്പ് ടോപ്പ് അവക്കും. എന്നാ ഷാംപൂയ്ക്കും ഉണ്ട്. ഓ ഇപ്പൊ കണ്ടോണ രണ്ടും. പിന്നെ നോക്കിയേ, കാണിച്ചു കൊടുക്കണി കൊച്ചിന്. അതൊക്കെ അവളുടെ. അതാണ് നിന്നെ കാണിക്കാത്ത ശംഭു. ഉള്ളല്ലേ? പണ്ട് ഇങ്ങനത്തെ ഇങ്ങനെ ആ ഒരു പേഴ്സ് ശ്യാമളമ്മയ്ക്ക് ഉണ്ടായിരുന്നു.
ശ്യാമളം അത് കണ്ടപ്പോഴേ പറഞ്ഞു. അത് പിന്നെ ശാംഭവി അല്ലേ? ശാംഭവി അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ കുട്ടിയേ. ദിവസം അങ്ങോട്ട് നോക്കിക്കേ. ക്ലിപ്പ് ഇടുവോ? നമുക്ക് ഇടിയിക്കും ക്ലിപ്പ്. പിന്നെ ബോക്സ് ഒന്ന് കാണിക്ക്, ബോക്സ് കാണിച്ചു കൊടുക്ക്. അതെ ഓ എന്താ ആ ചേച്ചി എടുത്തു തരും ചേച്ചി. എന്നാ കുഞ്ഞേ കാണിക്കാം, മറ്റേ കാണിക്കാം. അതെ ബോക്സ് തിരിച്ചു കാണിക്കാം. അത് അങ്ങനെയുണ്ട് സംഭവം. എടി നാരായണി, അവളും സ്കൂളിലൊക്കെയാണ് പോകുന്നത് കേട്ടോ, ഒക്കെ മനസ്സിലാവും. അത് നോക്കണ്ട, ഇപ്പം നോക്കാറായില്ല. അപ്പം എല്ലാം എടുത്ത് വെച്ചേ, എല്ലാം എടുത്ത് വെച്ച് ശാംഭവിക്ക് ആവശ്യമുള്ളത്. ഓ നോയിക്കോട്ടെ. ആ മോനെ കൊടുത്തേക്ക്, ചേച്ചി പെണ്ണ് കൊടുത്തേത്. മോനത് കളയും. അതൊന്നും ഇല്ലടാ കൂട്ടാ. അതിന്റെ മനസ്സിലായി. അതിന്റെ കുറച്ചു മുമ്പാണ് ഞാൻ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ കേട്ടോ. ഞാൻ ബാഡ് ഗേൾ എന്ന് പറയണോ? വേണ്ടല്ലോ. അതെടുത്ത് വെച്ചേക്ക്. അതിനകത്തുനിന്നൊരു ഒരു ഗ്രീൻ ഞാനിങ്ങെടുത്തു. വാച്ച് സ്ട്രാഫ്. സ്ട്രാഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഡ്രസ്സ് നാരായണിക്കാണ് ചേരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, ഡ്രസ്സ് അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഡ്രസ്സ്. അതിനെന്ന് വെച്ചാൽ നാരായണി നല്ല സൂപ്പറായിട്ട് അത് ചേരുന്നത്. അത് കണ്ട എനിക്ക് നോത്തപ്പോഴേ ഞാൻ ഓർത്താ ഇത് നാരായണി മിക്കവാറും എടുത്തോണ്ട് പോകും, അവക്കുള്ള വലിപ്പമാണ്. എന്തോ സ്വിച്ചിന്റെ അപ്പുറത്തെ റിമോട്ട്, ഇതൊക്കെ എപ്പോ അവിടെ കണ്ടുപിടിച്ചു? ഓക്കെ. ശ്യാമളമ്മ തിരക്കിലാണ്, ഫോൺ വിളിക്കുന്ന തിരക്കിലാണ് ശ്യാമൾജി. 6:54 ആയതേ ഉള്ളൂ. മോനെ നിന്റെ അപ്പയടി വരുന്നത്. പാമ്പാ മോനെ, പാമ്പ് അപ്പൊ വരും. അല്ലടി ചാച്ചാച്ചിയാണോ? മതിയെ പോമേ, എവിടെയെങ്കിലും പിന്നെ വീണിട്ട്. എന്നാപ്പാ എന്നാ അച്ഛാ എന്നാടാ അങ്ങനെ വേണോ? സ്നേഹമുള്ള കിട്ടിയാനെ അങ്ങനെയൊക്കെ വിളിക്കുമേ പോയി. അങ്ങനെ വിളിക്കടി. പണ്ട് തൊട്ടാ ഞാൻ ശ്രദ്ധിക്കുവേ കുഞ്ഞിനെ. എൻ്റെ രോമം വളർന്നു പറഞ്ഞ എന്നാപ്പാ എന്നാടാ അതൊക്കെ ചോദിക്കും. അതാണ് സ്നേഹം. ദീപണ്ണേ ഇങ്ങോട്ട് ചോദിക്കേ, നാളെ സ്കൂളിൽ പോണോ? ഞാനും അങ്ങനെ തന്നെ വിളിക്കുന്നത്. എന്തോ അമ്മയ്ക്കെന്നെ കുഴപ്പം? എന്നാടി കുഴപ്പം? എനിക്ക് എൻ്റെ അപ്പയ്ക്കും. ഡീ കൊച്ചേ എന്നോട് കിടക്കാൻ പറയടി. എന്തിനീ കിടന്ന ആ കാറിയേ? ശരി പോട്ടെ. ഇവിടെ ഒരാൾ രാവിലെ പോയതാണ്, ഇടയ്ക്കൊന്ന് വന്ന്. ഞാൻ അടുക്കളയിൽ പോവാ. എന്തേ പോയിട്ട് വരും. മനസ്സിലായി. എന്നിട്ട് വേണം മോന് തീ വെക്കാൻ. ടാറ്റ, ഗുഡ് നൈറ്റ്, നാളെ കാണാം. പറഞ്ഞിടുക അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ് പറഞ്ഞില്ല. ഞാൻ പോയേക്കുവാ മോനെ, ഇപ്പോഴേ പോയേക്കുവാ. നിന്റെ അനിയത്തി എന്നോട് പറഞ്ഞു പൊക്കോളെ. ഓഹോ 9:26 അവരെ പിടിച്ച് കിടത്തിയില്ലേ ശരിയാകത്തില്ല. രാവിലെ സ്കൂളിൽ പോകാനുള്ള